എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റയൽ മാഡ്രിഡ് vs അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം മത്സരം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം ആകാനായി. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കളി കണ്ടിട്ടുമില്ല. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. അതായത് ആ ഒരു കളി കാണണം എന്നൊക്കെ വിചാരിച്ചെങ്ങാണ്ട് കിടക്കുന്നു. അതുപോലെ തന്നെ ലിവർപൂളിൻ്റെയും അതുപോലെ തന്നെ റയലിൻ്റെയും കളി കാണണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി എനിക്ക് പനി പെട്ടത്. പനി പിടിച്ച് അപ്പോൾ ഞാൻ കുറേ ഉറങ്ങാതെ ഇരുന്ന് നോക്കി, പക്ഷെ കഴിയണില്ല. ഉറക്കം ഷൂട്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് കടന്നുറങ്ങി. അതുണ്ടായത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ മത്സരത്തെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു മത്സരം പറയുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്. അതായത് ലീഗിലൊന്ന് പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മത്സരം മിനിമം ഒരു ഡ്രോ എങ്കിലും ആക്കണമായിരുന്നു. ആ ഒരു ഡ്രോ റയൽ മാഡ്രിഡിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ആ മത്സരം വിജയിക്കാമായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി പോവുകയാണ്. പിന്നെ ഈ ഒരു മത്സരം ഡ്രോ ആയാലും വലിയ സീനില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് റയൽ സോസിഡാഡും ജിറോണയും തമ്മിൽ കളിച്ചപ്പോൾ അവിടെ ആ ഒരു മത്സരം ഡ്രോ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലീഗ് ടേബിളിൽ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. കളി ഡ്രോ ആണ് വിചാരിച്ചു കണ്ട് പഴയ പോലെ തന്നെയാണ് ലീഗ് ടേബിൾ പോകാൻ നിൽക്കുക. അത്രേ ഉള്ളൂ ആ ഒരു ഇതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ 1-1 കളീൻ്റെ ഈ ഒരു കളീൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് 4-3-1-2 തന്നെയായിരുന്നു റയൽ മാഡ്രിഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ മെയിൻ ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചുവമനി അതുപോലെ തന്നെ റൂഡിഗറൊന്നും ഇല്ല. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈമെത്തി വിനീഷ്യസ് ജൂനിയറിനും ഒരു മത്സരത്തിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ വിനീഷ്യസ് ജൂനിയറിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ ഇബ്രാഹിം ഡിയാസ് ആയിരുന്നു. ഇബ്രാഹിം ഡിയാസ് ആണ് ആ മത്സരത്തിൽ നമുക്ക് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ലൊരു മത്സരം, ഒരു കളിയിൽ നല്ലൊരു പെർഫോമൻസ്, എല്ലാ കളിയിലും ഇബ്രാഹിം ഡിയാസ് എടുക്കുന്ന വരക്കത്തൊരു നല്ലൊരു പെർഫോമൻസ് ആ കളിയിലും ഇബ്രാഹിം ഡിയാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു നല്ല മാച്ച് ഇബ്രാഹിം ഡിയാസിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗോളൊക്കെ അടിച്ച് കളീൻ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ റയൽ ലീഡ് എടുക്കുക അറിയണത് ചില്ലറ കാര്യമല്ല. റയൽ മാഡ്രിഡ് ലാസ്റ്റ് ടൈമിലിട്ട് നാടൊക്കെയാണ് ഒരു കളി വിൻ ചെയ്യലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിപ്പോൾ റയലിൻ്റെ അണ്ണാക്കിൽ പറഞ്ഞായിരിക്കാണ് എക്സ്ട്രാ ടൈമിൽ ഒരു ഓപ്പണൻറ്റ് ഒന്നുങ്ങാണ്ട് ഡ്രോ പിടിച്ചേക്കുക റയലിനോട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ ഒരു സീസണിൽ റയൽ മാഡ്രിഡിനെ ഏറ്റവും കൂടുതൽ എന്താ കഷ്ടപ്പെടുത്തുന്ന ടീം എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അതാണ് ഇതൊരു ഇതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ലീഗത്തെ ഒരു മേജർ പോരാട്ടം വരുന്നത് പറഞ്ഞാൽ ജിറോണക്കെതിരെ അടുത്ത സൺഡേയിലാണ്. ജിറോണ vs റയൽ മാഡ്രിഡ് മത്സരം. അതായിരിക്കും ഈ ഒരു ലാ ലീഗിന്റെ ടൈറ്റിൽ ഡിസൈഡർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മത്സരം. പക്ഷെ എന്താ പറയുക, ഏകദേശം 23 മാച്ച് ഡേയ്സ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇനിയുണ്ടോ ഒരുപാട്. അപ്പോൾ അതിലൊക്കെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഈ റയലിനാണെന്നുണ്ടെങ്കിലും ജിറോണക്കാണെന്നുണ്ടെങ്കിലും ടൈറ്റിൽ വിൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്ത ഒരു ജിറോണക്കെതിരെയുള്ള മത്സരം റയൽ മാഡ്രിഡിന് വിജയിക്കാനാകും എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഒരു മത്സരത്തെ കുറിച്ചിട്ട് അധികം പറയാത്തത് തന്നെ ഞാൻ പറഞ്ഞായിരിക്കും തന്നെ കളി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എന്താ കളി കണ്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതാക്കി പറയാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് മാത്രം കണ്ടാൽ എന്തോ ആവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.